ഫുട്ബോൾ അന്താരാഷ്ട്ര ഫുട്ബോളിനെക്കുറിച്ചും ക്രിക്കറ്റ് IPL ചെറിയ റിവ്യൂ ആണ്. ഓക്കെ, എന്നാൽ ആദ്യം IPL തന്നെ തുടങ്ങാം. ആദ്യം ടോസ് കിട്ടിയ ബാംഗ്ലൂർ അത് ബോളിംഗാണ് തിരഞ്ഞെടുത്തത്. ആദ്യത്തെ ഇന്നിങ്സിൽ കൊൽക്കത്ത 174 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. 8 വിക്കറ്റ് അവരുടെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ 177 റൺസ് 3 വിക്കറ്റ് എടുപ്പിച്ചു. RCB 7 വിക്കറ്റിന് ജയിച്ചു. പ്ലെയർ ഓഫ് ദി മാച്ച് കുറാൻ പാണ്ഡ്യൻ, അതായത് അദ്ദേഹം എടുത്ത 3 വിക്കറ്റ് ക്രൂഷ്യലായിരുന്നു. രഹാനെ അവരുടെ വിക്കറ്റ് എടുത്ത് ബോളിന് നല്ല വേരിയേഷൻ കൊടുക്കുന്നത്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡായിട്ട്. അപ്പോൾ പൊതുവെ എല്ലാവരും വീക്കാണെന്ന് എഴുതിയിട്ടുള്ളതായിരുന്നു. സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ RCB തിരിച്ചെടുത്തിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് RCB കാഴ്ചവെച്ചത്. അതിൽ തന്നെ ആദ്യം മത്സരം കുറച്ച് പേസായിരുന്നു. ആദ്യത്തെ 10 ഓവറിൽ രഹാനെ സുനിനായിരുന്നു 100 റൺസ് പാർട്ണർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വിക്കറ്റിൽ തന്നെ. അതേപോലെ കുറാൻ പാണ്ഡ്യൻ 3 വിക്കറ്റ് എടുത്ത് 29 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോയ്സ് ഹാസ്ലൂട്ട് 2 വിക്കറ്റ് 22 റൺസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പവർ പ്ലേ മികച്ച രീതിയിലാണ് നല്ലോണം ബോൾ ചെയ്തത്. അത് നല്ല പേസ് ഉണ്ടായിരുന്നു. എക്കണോമിക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. റൺ കൊടുക്കാൻ അധികം മടി വിട്ടു കൊടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി. പിശുക്കിയാണ് എന്ത് കാരണം നല്ല പവർ പ്ലേ ബോളറാണ്. നല്ലോണം ഡോട്ട് ബോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഏകദേശം 17 ബോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നീട് വന്ന രഹാനയ്ക്ക് ശേഷം വന്ന ബാറ്റ്സ്മാൻ റൺസ് കണ്ടെത്താൻ താഴ്ത്തുക സംഭവിക്കുകയും റൺസ് കണ്ടെത്താനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഇന്നിങ്സിൽ. സെക്കൻഡ് ഇന്നിങ്സിൽ തന്നെ മികച്ച പ്രകടനം ബോർഡ് നടത്തി. 59 റൺസ് നോക്കൗട്ട്, 56 റൺസിൻ്റെ ഫീൽഡ്സ് ഔട്ടാണ്. മികച്ച പ്രകടനമായിരുന്നു. കളിയുടെ ഗതി തന്നെ മാറ്റിയത് കുറാൻ പാണ്ഡ്യയായിരുന്നു. അദ്ദേഹത്തിന് 3 വിക്കറ്റ് പ്രധാനമായിരുന്നു. ഇവർ 3 പേരുടെ ആരെങ്കിലാണ് ഇതോടൊപ്പിച്ചെങ്കിൽ RCBയുടെ നിന്ന് വിന്നിങ് ചാൻസ് കുറഞ്ഞാണ്. പോരാത്തതിന് ടോസിൻ്റെ ഒരു മെറ്റൈ ഉണ്ടെങ്കിലും അത് പോരാതെ വരും. കാരണം ആ 3 വിക്കറ്റ് എടുത്തില്ലെങ്കിൽ ക്രൂഷ്യൽ ആവില്ല. RCB വിജയം ക്രൂഷ്യലാവില്ല. അതാണ് അത് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. 3 വിക്കറ്റും അത് വേണ്ടത് തന്നെയായിരുന്നു. കളിയുടെ ഗതി തന്നെ മാറ്റി മറിച്ച് സെക്കൻഡ് ഇന്നിങ്സിലെ ബോളിങ്ങിൻ്റെ ഭാഗത്തുനിന്നൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു കൊൽക്കത്ത. അന്ന് കളിച്ച പോലത്തെ ഇല്ല, വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. അവർ നന്നായിട്ട് കളിച്ചെങ്കിലും പിച്ചിൻ്റെ സാഹചര്യം ഭയങ്കര ഇതായിരുന്നു. ബ്ലൂ ആയിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. അവർക്ക് ഫീൽഡ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക്കായിരുന്നു. പ്രത്യേകിച്ച് ഈ മന്ദീപ് സിംഗിനെ എടുത്ത് പറയണം. മന്ദീപ് നന്നായിട്ട് ക്യാച്ചിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫീൽഡിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മന്ദീപ് സിംഗ്. രൺദീപ് സിംഗ് നല്ല പ്രകടനം കാഴ്ചവെച്ച് നമുക്ക് ഫീൽഡിങ് ഇതൊക്കെ അടുത്തിനായിട്ട് ചെയ്തെങ്കിലും കളിയിൽ ജയിക്കാൻ സാധിച്ചില്ല. എന്നാലും കൊൽക്കത്തയുടെ ഭാഗത്ത് വിജയം ജസ്റ്റ് പോയിരുന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ 22 ബോൾ ബാക്കി 7 വിക്കറ്റിനാണ് ബാംഗ്ലൂർ ജയിച്ചത്. അതായത് ഞങ്ങൾ റൺ റേറ്റിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തത്. RCBയുടെ സന്തോഷം സമയമാണ്. കൊൽക്കത്തയുടെ ഭാഗത്ത് ഇത്രയും മോശം പ്രകടനം ഉണ്ടാകും കൊൽക്കത്തയിലെ ആരാധകർ പ്രതീക്ഷിച്ചു. ഈഡൻ ഗാർഡൻസിൽ റോയൽ ചലഞ്ചേഴ്സിന് തിരിച്ചു വരുന്നതാണ് പറയാം. അന്ന് ഒരു റൺസിന് തോറ്റതിൻ്റെ പകരം വീട്ടി എന്നാണ് പറയാം. പ്രത്യേകിച്ച് സ്പെൻസർ ജോൺസനൊക്കെ എക്കണോമിക്കായിരുന്നു. അത്യാവശ്യത്തിൽ 31 അറോണൊക്കെ 42 പിന്നെ ചക്രവർത്തിയാണ് ഏറ്റവും എക്സ്പെൻസീവ്. 1 വിക്കറ്റ് 43 റൺസ് എടുത്തു. പിച്ചിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ബാറ്റിങ്ങിലാണ് കൂടുതൽ വിജയസാധ്യത റൺസായത്. കാരണം ഭയങ്കര ഡ്യൂവായിരുന്നു. ഫീൽഡിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പന്ത് മാറ്റിയൊന്നും കാര്യമില്ല. വിജയസാധ്യത RCB കൂടുതലായിരുന്നു. ഓക്കെ, നമുക്ക് ക്രിക്കറ്റിനെ പറ്റി പറയാം. ക്രിക്കറ്റിൽ ഒഫീഷ്യലായിട്ട് യോഗ്യത കിട്ടിയത് ആദ്യത്തെ പോസ്റ്റ് കൂടാത്ത രാജ്യം ജപ്പാനാണ്. ജപ്പാനാണ് ക്വാളിഫൈ ചെയ്തത് ഔദ്യോഗികമായിട്ട്.
നമ്മൾ UEFA നേഷൻസ് ലീഗിലോട്ട് പോകാം. അതിലെ രാജ്യാന്തര നിലകൾ മത്സരത്തിൻ്റെ ഓവർവ്യൂ എന്താണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അതായത് മാർച്ച് 21 നടന്ന മത്സരത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അർമേനിയോട് ജോർജിയ, അത് ജോർജിയ 3 ഗോളിന് വിജയിച്ചു. തുർക്കി 5, അന്ന് തുർക്കി 2 ഗോളിന് വിജയിച്ചു. തുർക്കി 3, ഹംഗറി 3. ബൾഗേറിയ 1, അയർലാൻഡ് 2, അതായത് അയർലാൻഡ് 1 ഗോളിന് വിജയിച്ചത്. കൊസോവോ 2 ഗോൾ, ഐസ്ലാൻഡ് 1 ഗോൾ, അതായത് ഐസ്ലാൻഡിന് തോൽപ്പിച്ചു. ഐസ്ലാൻഡ് അർജന്റീന വരെ സമനിലയിലാക്കിയ ഒരു രാജ്യമാണ്. അവരുടെ ഒരു മെല്ലെ പോക്കാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ പോർച്ചുഗലിലെ മത്സരം അതുപോലെ തന്നെയാണ്. പറയാം, സമനിലയിലായത് സ്ലോവാക്യം ഗോൾ ചെയ്തിട്ട് സമനില. പിന്നെ ഓസ്ട്രേലിയ തമ്മിൽ 1 ഗോൾ സമനിലയായിരുന്നു. പിന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവ് ഉക്രൈൻ്റെ ഭാഗത്തൊരു അട്ടിമറി വിജയമാണ് പറഞ്ഞത്. ഉക്രൈൻ 3 ഗോളിന് ബെൽജിയം 1, അത് ബെൽജിയത്തിന് 2 ഗോളിന് തോൽപ്പിച്ചു. അത് തന്നെ അട്ടിമറി വിജയമായിരുന്നു ഉക്രൈന്. അതേപോലെ സ്കോട്ട്ലാൻഡ് അട്ടിമറി വിജയം പറയാം, ഒരു രാജ്യത്തിന് അട്ടിമറിച്ചൊരു ഗോൾ. അതേപോലെ സമനില സ്പെയിൻ 5 മത്സരിച്ച് 2 ഗോൾ സമനിലയായിരുന്നു. മികച്ചൊരു താരനിര ഇരുഭാഗത്തുണ്ട്. പിന്നെ ക്രൊയേഷ്യ പകരം വീട്ടിലാണ് പകരം, അതായത് കഴിഞ്ഞ ലോകകപ്പ് 2020 ലോകകപ്പിൽ ഫ്രാൻസിന് പകരം വീട്ടി വിജയിച്ചു. ക്രൊയേഷ്യ 2 ഗോളിന് വിജയിച്ചു. അതേപോലെ തന്നെ ഡെൻമാർക്ക്, പോർച്ചുഗൽ, അതന്നെ നമ്മുടെ ഐസ്ലാൻഡിൽ സംഭവിച്ച അതേ അവസ്ഥയാണ്. കാരണം പോർച്ചുഗലിൻ്റെ ഭാഗത്ത് യാതൊരു മുന്നേറ്റവും കണ്ടില്ല. പോരാതെ ഡെൻമാർക്ക് 1 ഗോളിന് വിജയിച്ചു. കാരണം അസമസ് 1 ഗോൾ അടിച്ച് വിജയിച്ചു വേണം പറയാൻ. പിന്നെ അവരുടെ ഭാഗത്ത് ഷോട്ട് ഓൺ ടാർഗറ്റ്സ് ഭയങ്കര കുറവായിരുന്നു, ഷോട്ട്സും കുറവായിരുന്നു. അതേപോലെ പൊസഷൻ ഉണ്ടെങ്കിലും വിജയ സാധ്യത ഭയങ്കര കുറഞ്ഞു. പാസസ് കൂടുതലാണ്. പിന്നെ ഫൗൾസാണെന്ന് തോന്നുന്നു കടയുടെ ഗതി മാറ്റിയത്. 9 ഫൗൾസ് ഉണ്ടായിരുന്നു. യെല്ലോ കാർഡിൽ 2 പേർക്കാണ്. കോർണർ 7 കോർണർ പോകും. 7 കോർണറിലാണ് ഒരു ചാൻസ് വിജയിക്കാൻ അവർക്ക് കിട്ടിയത്. എന്നാലും പോർച്ചുഗലിൻ്റെ ഭാഗത്ത് ഇത്ര മോശം പ്രകടനം ഞാൻ വിചാരിച്ചു. അടുത്ത കളിയിൽ തിരിച്ചറിയുന്ന പ്രതീക്ഷ. അതേപോലെ ഇറ്റലിയും ജർമ്മനിയും നല്ലൊരു ക്ലാസിക്കോ മത്സരമാണ്. അതായത് ഇറ്റലി എന്ന് പറയുമ്പോൾ 1 ഗോളിനാണ് അവർ അടിച്ചത്. ജർമ്മനി 2 ഗോൾ. അവസാനം ഗോളടിച്ച് തന്നെ ലിയോൺ ഗോൾസാണ് 76 മിനിറ്റിലാണ് ഗോൾ അടിച്ചത്. 1 ഗോളിനാണ് ജർമ്മനി വിജയിച്ചത്. നല്ല മത്സരം ഉണ്ടായിരുന്നു ഇത് ഭാഗത്ത് ഇറ്റലിയും ജർമ്മനി. അതേപോലെ ക്രൊയേഷ്യ, ഫ്രാൻസ്. ക്രൊയേഷ്യ 2 ഗോൾ അടിച്ചു. അതാണ് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായി മാറുന്നു. രാജ്യാന്തര മത്സരം ഉണ്ട്. ഇന്നത്തേക്ക് 6-7 മത്സരം രാജ്യാന്തര മത്സരം ഉണ്ടാവും, യൂറോപ്പ് മത്സരങ്ങൾ. അതേപോലെ മറ്റിത് ഞാൻ കവർ ചെയ്യുന്നില്ല, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ ലാറ്റിൻ, ബ്രസീൽ, അർജന്റീന അങ്ങനത്തെ മത്സരമൊക്കെ ഞാൻ കവർ ചെയ്യുന്നില്ല. ഞാൻ യൂറോപ്പ്, അന്താരാഷ്ട്ര മത്സരത്തിന്, ലോകകപ്പ് അങ്ങനത്തെ ടോപ്പിക്കൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ IPL വേൾഡ് കപ്പൊക്കെ വലിയ കണ്ടതാണ് ഞാൻ സംബന്ധിച്ചത്. അത് മിസ് ഔട്ട് ചെയ്യാതെ കണക്കായിട്ട് വീഡിയോ ചെയ്തിട്ട് അത് ആഴ്ചയിലുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ടി വരും മിക്കവാറും. എനിക്ക് എപ്പോഴാണ് ഓഫ് കിട്ടണം, എപ്പോഴാണ് ഞാൻ ഫ്രീ ആവണം, അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോ ചെയ്യാം. അതായത് ഇതുവരെ IPL മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് എല്ലാം കൂടി ഒരുമിച്ചും പറയും. ജസ്റ്റ് റീക്യാപ്പ് പോലെ പറഞ്ഞേക്കാം. സമയം കിട്ടില്ല. വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് മസ്റ്റായിട്ട് വേണം. എനിക്ക് നല്ല പ്രോത്സാഹനം വേണം. എന്നാലാണ് എനിക്കൊരു അപ്പാപ്പ വീഡിയോ ചെയ്യാനുള്ള ത്വര ഉണ്ടാവുന്നത്. നിങ്ങളുടെ പോർഷൻ വീഡിയോ സക്സസ്ഫുൾ ആവുന്നത്.